പാരമ്പര്യം കൈവിടാതെ മുളയും ഈറയും ഉപയോഗിച്ച് കുട്ട നിർമ്മാണവുമായി കഞ്ഞിക്കുഴി പഞ്ചായത്ത് 11-ാം വാർഡിൽ കോലാട്ട് വെളി ദാമു. പാരമ്പര്യം വിടാതെ കുട്ട നിർമ്മാണത്തിലാണ് കഞ്ഞിക്കുഴി പഞ്ചായത്ത് 11-ാം വാർഡിലെ കോലാട്ട് വെളി ദാമു. മുളയും ഈറയും ഉപയോഗിച്ച് പരമ്പരാഗത രീതിയിൽ ഉണ്ടാക്കുന്ന കുട്ടകൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. പ്രകൃതിദത്തമായ കുട്ടകൾക്ക് ഇന്നും ഡിമാൻഡാണെന്ന് കഞ്ഞിക്കുഴിക്കാരൻ ദാമു പറയുന്നു. പണ്ടുകാലത്ത് ഇത് ഒരു തൊഴിലായിരുന്നു. ഇതുകൊണ്ട് ഉപജീവനമാർഗം, അതായത് ചുമടെടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി വിറ്റഴിച്ചാണ് ജീവിതം കഴിഞ്ഞു പോന്നിരുന്നത്. മുമ്പത്തെ പോലുള്ള ചിലവുകളൊന്നും ഇപ്പോഴില്ല. ആ മേഖലയാണ്ട് സ്തംഭനാവസ്ഥയിലാണ്, നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അറിയപ്പെടുന്നതിൽ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും തന്നെ ഈ രംഗത്ത് ഇല്ല. ഏകദേശം 2 എണ്ണം എന്നുള്ള നമ്മൾ അതുപോലെ ഭക്ഷണം വെച്ചുന്നത് 2 എണ്ണം ചേർത്ത് എടുക്കുക, അത്രയേ ഉള്ളൂ. മുളയും കയറുപാടിൻ്റെ പ്രധാന കാര്യം. പിന്നെ അതിനിടക്ക് കെട്ടുകമ്പി ഇടുന്നൊരു പണിയുണ്ട്. അത് അമ്മാവനിൽ നിന്നാണ് ഞങ്ങൾ ഈ പണി ചേട്ടനിയന്മാരെല്ലാവരും പഠിച്ചത്. ഇപ്പം ആരും തന്നെ ഇല്ല, ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. ഒരു കാലത്ത് വീടുകളിൽ ഒഴിച്ചുകൂടാനാവാത്ത അവശ്യ വസ്തുവായിരുന്നു വാരിക്കുട്ടകൾ. ഇന്ന് ആ സ്ഥാനത്ത് പ്ലാസ്റ്റിക് കുട്ടകൾ പല രൂപത്തിൽ വന്നെങ്കിലും നാടൻ കുട്ടകൾ തിരക്കി ആവശ്യക്കാർ ദാമുവിൻ്റെ വീട്ടിലെത്തും. കുട്ട നിർമ്മാണത്തിൽ 3-ാം തലമുറക്കാരനാണ് ദാമു. ഒരു ദിവസം 2 കുട്ടകൾ നിർമ്മിക്കും. ഒരെണ്ണത്തിന് 450 രൂപയോളം വിലയുണ്ട്. മുള വിലയ്ക്ക് വാങ്ങി വെട്ടി ചീകി ഉണക്കിയാണ് കുട്ട കെട്ടുന്നത്. കയർ ഉപയോഗിച്ചാണ് കുട്ട വരിയുന്നത്. ജോയിൻറ്റുകളിൽ കെട്ടുകമ്പിയും ഉപയോഗിക്കും. 4.5 പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യമുണ്ട് ദാമു കുട്ട നിർമ്മാണത്തിൽ. 4.5 പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യമുണ്ട് ദാമുവിന് കുട്ട നിർമ്മാണത്തിൽ. ഈ ജോലി പിന്തുടരുന്നവർ ഇന്ന് തീരെ കുറവാണ്.